തിരുവനന്തപുരം പേരുള്ള 4 റെയിൽവേ സ്റ്റേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് നേമം അഥവാ തിരുവനന്തപുരം സൗത്ത്, പിന്നെ തിരുവനന്തപുരം സെൻട്രൽ അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ പഴയൊരു റെയിൽവേ സ്റ്റേഷനാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പുള്ള പഴയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അത് തിരുവനന്തപുരം പേട്ട. പിന്നെ കൊച്ചുവേളി, പഴയ കൊച്ചുവേളി അതായത് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഈ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സബായിട്ടാണ് വരുന്നത്. 6 പ്ലാറ്റ്ഫോമുകളും പാർക്കിംഗ് യാർഡുകളും മെയിൻ്റനൻസ് യാർഡുകളും എല്ലാം കൊച്ചുവേളി അഥവാ നോർത്ത് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. പിന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് പ്രധാന റെയിൽവേ സ്റ്റേഷൻ. നിരവധി ട്രെയിനുകൾ കേരള എക്സ്പ്രസ്, ശബരി എക്സ്പ്രസ്, അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് മെയിൽ ഇങ്ങനെ തുടങ്ങിയ ട്രെയിനുകളെല്ലാം ഇവിടുന്നാണ്. തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നാണ്. വേണാട് എക്സ്പ്രസ് തുടങ്ങിയതെല്ലാം തമ്പാനൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗരീബ് രഥ് എക്സ്പ്രസ് തുടങ്ങിയ ചില ട്രെയിനുകൾ കൊച്ചുവേളി യാർഡിൽ നിന്നാണ് യാത്ര ആരംഭിക്കുകയും യാത്ര ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്നത്. എല്ലാ ട്രെയിനുകളെയും ഒരുമിച്ച് എറണാകുളത്ത് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ട്രെയിനുകളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് കഴിയുകയില്ല. അതുകൊണ്ടാണ് സബായിട്ട് ഒരു ഉപ റെയിൽവേ സ്റ്റേഷൻ എന്നോണം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത്. അങ്ങനെയാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാന പ്രവേശന കവാടവും ടിക്കറ്റ് കൗണ്ടറും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. ആദ്യം നേമം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം സൗത്ത് അഥവാ നേമം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ പേരുള്ള ലാസ്റ്റത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ എല്ലാ ട്രെയിനുകളും നിർത്തുകയില്ല. ചില ലോക്കൽ ട്രെയിനുകൾ മാത്രമേ ചുരുക്കം ചില ട്രെയിനുകളെ നിർത്തുകയുള്ളൂ. അതിനെ ഇവിടെ സ്റ്റോപ്പുള്ളൂ. ഇവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു സ്റ്റേഷൻ മാസ്റ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് എനിക്ക് ടിക്കറ്റും തന്നത്. വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നേമം അഥവാ തിരുവനന്തപുരം സൗത്തിനും തിരുവനന്തപുരം സെൻട്രൽ അഥവാ തമ്പാനൂർ സ്റ്റേഷനും ഇടയിൽ റെയിൽവേ പാതയുടെ ഇരട്ടിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഞാൻ തിരുവനന്തപുരം സൗത്ത് അഥവാ നേമം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നേമം റെയിൽവേ സ്റ്റേഷൻ്റെ വടക്കോട്ട് ക്രമത്തിൽ പറയുകയാണെങ്കിൽ നേമം അഥവാ തിരുവനന്തപുരം സൗത്ത്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അഥവാ തിരുവനന്തപുരം സെൻട്രൽ, അതുപോലെ തന്നെ പേട്ട തിരുവനന്തപുരം പേട്ട, പിന്നെ തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളി എന്നിങ്ങനെയാണ് നേമം അഥവാ തിരുവനന്തപുരം സൗത്ത് തൊട്ട് വടക്കോട്ടുള്ള 4 തിരുവനന്തപുരം സ്റ്റേഷനുകളുടെ ക്രമീകരണം. നാഗർകോവിലിൽ നിന്ന് വരുന്ന കൊല്ലത്തിന് പോകുന്ന സ്പെഷ്യൽ ട്രെയിനിലാണ് യാത്ര. നേമത്ത് നിന്ന് അഥവാ തിരുവനന്തപുരം സൗത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. നേമം അഥവാ തിരുവനന്തപുരം സൗത്തിൽ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ ഉണ്ട്. അടുത്തത് തിരുവനന്തപുരം സെൻട്രൽ അഥവാ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ്. പിന്നീട് യാത്ര ഇതുവഴി കടന്ന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ അഥവാ തിരുവനന്തപുരത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അഥവാ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്.
തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന ബിൽഡിങ്ങിലാണ് ടിക്കറ്റ് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നത്. ഒരു ചെറിയ നിരീക്ഷണം നടത്താൻ വേണ്ടി ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ എസ്കലേറ്ററിലേക്ക് കയറി. അഞ്ച് പ്ലാറ്റ്ഫോമുകളും പാർക്കിംഗ് യാർഡുമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. നിരവധി ട്രെയിനുകൾ യാത്ര ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സ്റ്റേഷനും കൂടെയാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകൾ 6 എണ്ണമാണ്. ഇതിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ 5 പ്ലാറ്റ്ഫോമുകളാണ് മെയിനായിട്ടുള്ളത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അഥവാ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ. കൊച്ചുവേളി അഥവാ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ സബായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചിറങ്ങി. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ പറ്റിയുള്ള വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുന്നു. അടുത്തത് തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനാണ്. തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് 2 കിലോമീറ്ററാണ് ഏകദേശം ദൂരം. അത് കഴിഞ്ഞ് കടന്നു പോവുകയാണ് തിരുവനന്തപുരം പേട്ട വഴി. ട്രെയിൻ ഇപ്പം തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷൻ കടന്നു പോവുകയാണ്. ഞാനങ്ങനെ തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. വളരെയധികം ഭംഗിയുള്ള ഏറ്റവും പഴയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. 2 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പില്ല. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പുള്ള പഴയ റെയിൽവേ സ്റ്റേഷനാണിത്. ആദ്യകാലത്തെ റെയിൽവേ സ്റ്റേഷനാണിത്. തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷനാണിത്. തിരുവനന്തപുരത്തിൻ്റെ പഴയ പേരാണല്ലോ തിരുവിതാംകൂർ അഥവാ വേണാട്. അതുകൊണ്ട് തന്നെ വേണാട് എക്സ്പ്രസ്സിന് ഈ പഴയ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റോപ്പുണ്ട്. തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷനാണിതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തമ്പാനൂർ അഥവാ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് 2 കിലോമീറ്ററാണ് ദൂരം. ചുരുക്കം ചില ട്രെയിനുകൾ മാത്രമേ ഇവിടെ നിർത്തുകയുള്ളൂ. ഒരു ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിലേക്ക് കടന്നു പോകുന്നുണ്ട്. കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളതും ഇഷ്ടപ്പെട്ടതുമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഇതിനിടയിൽ ഈ സ്റ്റേഷനിലെ പഴയ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനതൊന്ന് ചിത്രീകരിച്ചു. തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനെ പറ്റിയുള്ള ഡോക്യുമെൻ്ററി വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇനി കൊച്ചുവേളിയിലേക്ക് പോവുകയാണ്. കൊച്ചുവേളി ഭാഗം കടക്കുകയാണ്. കൊച്ചുവേളി സ്റ്റോപ്പുണ്ട്. തിരുവനന്തപുരം പേട്ടയിൽ സ്റ്റോപ്പില്ല. നാഗർകോവിൽ കൊല്ലം എക്സ്പ്രസ് തിരുവനന്തപുരം നോർത്തിലെത്തിയിരിക്കുന്നു. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന പഴയ ടിക്കറ്റ് കൗണ്ടറോട് കൂടിയ പ്രവേശന കവാടമായിരുന്നു ഇത്. പ്ലാറ്റ്ഫോം 1, പ്ലാറ്റ്ഫോം 2, 3, പ്ലാറ്റ്ഫോം 4, 5, പ്ലാറ്റ്ഫോം നമ്പർ 6. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പ്രവേശന കവാടവും പ്ലാറ്റ്ഫോം 1-ൽ നിന്ന് മാറ്റിയ ടിക്കറ്റ് കൗണ്ടറും ഇവിടെയാണ്. നിരവധി ട്രെയിനുകൾ ഇവിടെ കൊണ്ടുവരുവാനും മെയിൻ്റനൻസ് ചെയ്യുവാനും പാർക്ക് ചെയ്യാനുമുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഒരു പ്രാവശ്യം വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ കിടക്കുന്നത് കണ്ടിരുന്നു രാവിലെ വന്നപ്പോൾ. വന്ദേ ഭാരത് ഓട്ടം കഴിഞ്ഞ് ഇവിടെയാണ് കൊണ്ടിടുന്നത്.
മൊത്തം 6 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. അതിനിടയിലാണ് യാർഡ് ലൈനുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത കാലത്താണ് കൊച്ചുവേളി എന്ന പേര് മാറി തിരുവനന്തപുരം നോർത്ത് എന്നാക്കിയത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ 6ാമത്തെ പ്ലാറ്റ്ഫോം ഇരിക്കുന്ന പ്രധാന കവാടമാണിത്. ഇത് കയറിയാൽ 6ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് കയറുന്നത്. ഇതിനെപ്പറ്റി തൽക്കാലം ഇത്രയേ ഉള്ളൂ. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് കൊല്ലത്തേക്കുള്ള എൻ്റെ യാത്ര